never slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase. നേരത്തെ പറഞ്ഞായിരുന്നു 4 ലാംഗ്വേജസ് അറിയാമെന്ന്. അപ്പോൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വേൽപ്പാര എന്ന് പറഞ്ഞൊരു തമിഴ് നാടകം ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ ഏതൊക്കെ ലാംഗ്വേജസ് ആണ് അറിയാവുന്നത്? മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി തോട മനസ്സിലാവും. ഞാൻ പിന്നെ മറാഠി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ബംഗാളി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഭാഷകൾ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കന്നഡയൊക്കെ മലയാളം സംസാരിക്കും, കന്നഡ തെലുങ്കൊക്കെ മലയാളം സംസാരിക്കുന്നവർ, തമിഴൊക്കെ മലയാളം സംസാരിക്കുന്നവർ തന്നെ സംസാരിക്കും. തമിഴിൽ വേൽപ്പാരി ചെയ്ത എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ബാച്ച്മേറ്റാണ്, മായ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. അവൻ ടീച്ചറാണ്. എൻ്റെ ലൈറ്റ് ഡിസൈനിങ്ങും സെറ്റ് പ്രോപ്പർട്ടീസ് പിന്നെ കുറച്ച് സീൻസ് ഒക്കെ കൊറിയോഗ്രാഫ് ചെയ്ത് ഞാൻ അത് കുറേ ഇടങ്ങളിൽ അവർ പിന്നീട് കളിച്ചു. അത് അതിൻ്റെ ഒരു 2 ഷോയ്ക്ക് മാത്രമേ ഞാൻ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകും. അപ്പൊ മൂവീസിലേക്ക് വേണ്ടി മാത്രമല്ല, അല്ലാതെ തന്നെ ലാംഗ്വേജസ് പഠിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം? ഭയങ്കര രസമല്ലേ നമ്മളെവിടെയെങ്കിലും പോയി കഴിയുമ്പോഴത്തേക്കും മറ്റേ ചേട്ടാ വെള്ളമില്ല മറ്റേ ജബ കാണിക്കുന്നതിനെക്കാട്ടിലും ലാംഗ്വേജ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതൊരു ക്രേസായി എനിക്ക് ഫീൽ ചെയ്ത് നീനാസം കഴിഞ്ഞപ്പോൾ തൊട്ടാ. കർണാടകയിലായിരുന്നു. അതൊക്കെ ഇപ്പോഴും ആലോചിക്കുമ്പോൾ പഠിക്കാൻ കഴിയുന്ന സമയത്ത് നമുക്ക് വലിയ ചിലപ്പോൾ ഈ ഹള കന്നഡ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഴയ മലയാളം ഇല്ലേ, ഹള കന്നഡ എന്ന് പറയും, ഹൊസ കന്നഡ, ഹള കന്നഡ. അപ്പോൾ ഈ നമ്മുടെ പദ്യങ്ങൾ പോലെ, അപ്പോൾ ഈ നമ്മുടെ ട്രഡീഷണൽ ചില ഫോം ഓഫ് സ്റ്റൈൽ നാടകങ്ങളൊക്കെ ചെയ്യും, സ്റ്റൈലൈസ്ഡ് നാടകങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ ഡയലോഗ്സ് ഇതോൾഷേദാതപത്ര സ്ഥഗിത ദശദിശാമണ്ഡലം കുറു രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാരക്ടർ ഡയലോഗ്സ് ആണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ തന്നെ നമ്മൾ അപ്പം രാത്രി ഇരുന്ന് കംഗ്ലീഷിലെഴുതും, കന്നഡ എഴുതിയിട്ട് പിന്നെ മലയാളത്തിലാക്കിയിട്ട് ഇരുന്ന് പഠിക്കും. ബാക്കി അറിയാവുന്നവരൊക്കെ വന്ന് പഠിച്ചു വെച്ചിട്ട് പോകും. ഞാനും മായൊക്കെ ഇരുന്ന് പഠിച്ചാണ് അങ്ങനെ പഠിച്ചത്. എക്സാം പിന്നെ കന്നഡയിലും ഇംഗ്ലീഷിലാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആറ്റുകാൽ സുരൻ, അത് കുറച്ചുകൂടെ എല്ലാവരിലേക്കും എത്തിപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഈ സിനിമ കണ്ടവർക്ക്. അപ്പൊ അതും ഈ പറഞ്ഞ ഈ നാടകം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ ഈ നാടകത്തിൽ അഭിനയിച്ചത് ഈ ക്യാരക്ടറിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അല്ല, അത് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് വെച്ചാൽ അത് വേറെ ഫോമാണ്. ബാലെ എന്ന് പറയുന്നത് ആക്ടിങ്ങിന്റെ ഒരു നൃത്ത നാടകം എന്നൊക്കെ പറയുന്ന വേറെ ഫോമാണ്. ഇപ്പൊ നമ്മള് സിനിമ എന്ന് പറയുമ്പോൾ എല്ലാം ഒരേപോലെയാണ് സിനിമ അല്ല, അബ്സ്ട്രാക്ട് ഫിലിംസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് ഫോം മാത്രമാണ്. അതിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിട്ടുള്ളത് എനിക്ക് എന്റെ സംവിധായം വിശ്വസിച്ച സമയത്ത് എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് അതിന്റെ ആക്സസിലേക്ക് പോകാൻ പറ്റിയെന്നുള്ളത്. എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാമായിരുന്നു, സാർ ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ അങ്ങനെ വെച്ചിട്ട് അത് ഓക്കെ ആണെങ്കിൽ അദ്ദേഹം എനിക്ക് ആ ഒരു എന്താ പറയുക ആ ക്യാരക്ടർ ചെയ്യാനുള്ള ഒരു ഫ്രീഡം തന്നുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇന്നും 18-ാം പടി കാണാത്തവരുണ്ട്. അപ്പൊ ആ പടം ചിലപ്പോ ഇപ്പൊ ഈ മറ്റേ റീ റിലീസ് ഒക്കെ ആയതുകൊണ്ട് ഒന്ന് ഇറങ്ങിയാൽ ചിലപ്പോ വീണ്ടും ഒന്ന് ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. പക്ഷെ ആ ഒരു സമയത്ത് അത്യാവശ്യം നല്ല ഫേമസ് ആയിരുന്ന ഒരു മൂവി ആയിരുന്നു. കോവിഡ് വരും ഞാൻ അറിഞ്ഞില്ലല്ലോ. കോവിഡ് വന്നപ്പോ ആൾക്കാരൊക്കെ മറന്നുപോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഉണ്ട്. ഞാൻ കുറെ സിനിമകൾ അത് കഴിഞ്ഞിട്ട് ചെയ്തു. 18-ാം പടിയിലുള്ള ഞാനാണ്. അനുമേനോൻ ഡയറക്ട് ചെയ്ത പത്മ എന്ന് പറയുന്ന മൂവിയിലുള്ളതെന്ന് അറിയില്ല. കാപ്പയിലുണ്ട് ഞാൻ. പിന്നെ വേദ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയിലുണ്ട്. എന്നെ ഒരു രീതി കാണുന്ന പോലല്ല കണ്ടോണ്ടിരിക്കും. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പം എന്നെ ഈ ഇന്റർവ്യൂവിനെ വിളിച്ച നിങ്ങളുടെ പ്രോഗ്രാം പ്രൊഡ്യൂസർ പോലെ കണ്ടപ്പോൾ വണ്ണം കുറഞ്ഞല്ല. കഴിഞ്ഞ മാസം കണ്ട പോലെ ആയിരിക്കില്ല എന്നെ അടുത്ത മാസം കാണുന്നത്. ഞാൻ എന്നെ മാറ്റിക്കൊണ്ടിരിക്കും. ബോറടിക്കും എനിക്ക് കുറച്ചു നേരം എന്നെ ഇങ്ങനെ ഒരേ ഷേപ്പിൽ കണ്ടോണ്ടിരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ക്യാരക്ടറും സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ സെലക്ഷൻ ഒന്നുമില്ല. ക്യാരക്ടർ ചെയ്യുന്നതിന് അങ്ങനെ സെലക്ഷൻ ഒന്നുമില്ല. ഞാൻ അങ്ങനെ സെലക്ഷൻ എന്ന് പറയുന്നത് എന്നെ എക്സൈറ്റ് ചെയ്യണം. ഒരു സീൻ ആണെങ്കിൽ പോലും ഒരു സീൻ വരെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. 8 എന്നൊക്കെ പറഞ്ഞിട്ടൊരു എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ചെയ്തൊരു ചെറിയൊരു മൂവിൽ ചെറിയ സീനൊക്കെ ചെയ്തിട്ടുണ്ട്.
ഞാൻ പറഞ്ഞില്ല, എനിക്ക് എനിക്ക് സന്തോഷിക്കാൻ പറ്റണം. അതിനുവേണ്ടി എന്ത് നമുക്കത് ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം, അല്ലെങ്കിൽ ഇത് എനിക്ക് ചെയ്യണം എന്ന് മനസ്സുകൊണ്ട് തോന്നണം. ആ ഒരു ടൈമിലാണ് ആ ഒരു ക്യാരക്ടർ. അങ്ങനൊന്നുമില്ലേ, എന്നെ ഒരു സീനിലായാലും എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ്. അഭിനയിക്കും. അല്ലാതെ എനിക്ക് ഇവിടെ തൊട്ട് എല്ലാ സീനിലും ഡയലോഗ് വേണം, എനിക്ക് എല്ലാ സീനിലും നിറഞ്ഞു വെക്കണം, അങ്ങനൊന്നുമില്ല. അതായത് ആ സിനിമയിൽ ഒരുപാട് ന്യൂ കമേഴ്സ് ഉണ്ടായിരുന്നു. കുറെ പേര് ഇപ്പോഴും മൂവിയിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അവരെ കാണാം. കുറെ പേര് പിന്നെ കാണാതെ. ഇപ്പൊ അമ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചൂസി ആയിട്ടാണ് മൂവീസ്. ഒരിക്കലും അല്ല. എന്റെ ഫോണിൽ തന്നെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. കാസ്റ്റിംഗ് കോൾ ഇത് എത്ര ഉണ്ട് കാസ്റ്റിംഗ് കോൾ എന്നുള്ളത്? ഒരുപാടുണ്ട്. കാസ്റ്റിംഗ് തമിഴ് ഡേറ്റ് അടക്കം എഴുതിയിട്ടേക്കുന്നത് എന്താണെന്നറിയോ? ഇതിനെല്ലാത്തിനും കുത്തിയിരുന്ന് ഞാൻ അയച്ചിട്ടുള്ളതാണ്. അവിടെ നിന്ന് എനിക്ക് തിരിച്ചു വരുന്ന മറുപടി, നിങ്ങളൊരു സിനിമയിൽ വലിയ കഥാപാത്രം ചെയ്തല്ലോ, നിങ്ങളെ ഈ ചെറിയ സീനിലേക്ക് വിളിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് ചിലർ തുറന്നു പറയും. അപ്പം എനിക്കതില്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പിന്നെ നല്ലതാ വേറെ തരത്തിൽ. പക്ഷെ ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല, ചൂസി ആയിട്ടില്ല. ഞാനത് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചപ്പോഴും പറഞ്ഞു, ഒരു സീൻ ആണെങ്കിൽ പോലും ഞാൻ ഹാപ്പിയാണ്. എന്നെ എക്സൈറ്റ് ചെയ്യിക്കുക എന്ന് പറയുന്നത്, പണിയെടുക്കുക എന്ന് പറയുന്ന ഒരു സാധനം. ഞാൻ സിനിമയെ അങ്ങനെ ഒരു മറ്റു തൊഴിലിനെക്കാട്ടിലും ഭയങ്കര പാടുള്ള പരിപാടിയാണ്. സീരിയസ്ലി ഞാൻ പറയാം, നിങ്ങളൊരു ഓഫീസ് ജോലിയിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ടൈം ഉണ്ട്. എത്ര മണിക്ക് എത്തണം നിങ്ങൾക്ക്? 10 മണിന്ന് വെച്ചോ. 10 മണി തൊട്ട് എത്ര മണി വരെ നിങ്ങൾ വർക്ക് ചെയ്യണം? ഒരു 6-7 5 നോർമൽ 5. സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ സൺഡേ എങ്കിലും നിങ്ങൾക്ക് ഓഫ് ആണ്. സിനിമയിൽ അഭിനയിക്കുന്ന ഒരാൾക്ക് 6 to 9:30 വർക്ക്, വന്ന് റെസ്റ്റ് ചെയ്യുക. ഇനി ഫിസിക്കലി എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷനുള്ള ക്യാരക്ടർ ആണെങ്കിൽ വൈകിട്ട് വർക്കൗട്ട് ചെയ്യണം, തിരിച്ചു വരണം. അപ്പൊ ഇത് ചോദ്യം കേട്ടുകൊണ്ടിരിക്കുന്നവർ പലരും പറയും, നിങ്ങൾ ലക്ഷങ്ങൾ വാങ്ങിക്കുന്നില്ല. എല്ലാവരും ലക്ഷങ്ങൾ വാങ്ങിക്കുന്നില്ല. ഇതൊന്ന്, സൺഡേ ഇല്ല. ഒരു ഓഫീസ് ജോലി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണേലും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഫ്രീഡം ഉണ്ട്. നമ്മൾ സിനിമയിൽ ചെയ്യുന്ന സമയത്ത് ഭിക്ഷാടകരിരുന്ന്, മോശമെന്നല്ല ഞാൻ പറയണത്, ഭിക്ഷാടനവും വേറൊരു ജീവിതമാണ്. അവരിരിക്കുന്ന പോലെ ഇരുന്ന് നമ്മൾ റോട്ടിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടും ഒക്കെയാണ് ചെയ്യുന്നത്. സോ അതിൻ്റെ പേരാണ് പാഷൻ എന്ന് പറയുന്നത്. ഏറ്റവും പാട് പിടിച്ച പരിപാടിയാണ് അഭിനയം എന്ന് പറയുന്ന ജോലി. ഇപ്പൊ നമ്മൾ സിനിമ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ പ്രേമ നൈരാശ്യവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മളുടെ കരിയറിലും എന്തെങ്കിലുമൊക്കെ ഒരു ഡൗൺഫോളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിലേക്ക് പോകുന്ന സമയത്ത് നമ്മളും ടെൻഷനും സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടാവും. ആ ഒരു ടൈമിൽ നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് പറയാമോ? സ്ട്രെസ് എനിക്ക് അങ്ങനെ ഇപ്പോൾ എന്താ, അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിപ്പെൻഡ് ഡയറക്ടറാണ്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്, ഞാൻ ഡയറക്ടറിന്റെ ടൂളാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിനുവേണ്ടി ഒരു പ്രഡിക്ഷനും ഇല്ലാതെ അവർ പറയുന്ന കാര്യം ചെയ്യുക, പോയി നിന്ന് കൊടുക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല. അത് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കും. ഇപ്പൊ എന്നെ ഇങ്ങനെ കാണിക്കണം, എനിക്കിങ്ങനെ ഷോട്ട് എടുക്കോ, അങ്ങനെ വെക്കൂ, എന്നെ ബൂസ്റ്റ് ചെയ്തില്ലേ, ഇതൊന്നും ഞാൻ ചിന്തിക്കാറില്ല. അതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. ഡയറക്ടർ ക്യാരക്ടർ പറഞ്ഞു, അവർ പറയാം വണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ വണ്ണം കുറയ്ക്കുക, താടി വളർത്താൻ പറഞ്ഞാൽ താടി വളർത്തുക. ചിലപ്പോൾ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് എനിക്ക് അറിയത്തില്ലാത്ത ജോലിയായിരിക്കും, അത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയി പഠിക്കുക, എന്നിട്ട് പോയി പൂർണ്ണമായിട്ട് അങ്ങ് നിന്ന് സറണ്ടർ ആകുക. ബാക്കി തന്നെ അവർ ചെയ്തോളൂ. ആകെ പ്രശ്നം വെച്ചാൽ ഈ ലോൺ അടയ്ക്കാൻ വരുന്ന സമയത്ത്, EMI സമയത്ത് വരുന്ന സമയത്ത് മാത്രം പ്രശ്നം മാത്രമേ ഉള്ളൂ. ആ സമയത്ത് മാത്രം കുറച്ച് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവുന്നുള്ളൂ. മാക്സിമം ടെൻഷൻസ് എടുക്കാറില്ല, വന്നാൽ തന്നെ എൻജോയ് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ളൊരു ടൂളാണ് ഇപ്പോ മറ്റേ കളരിയൊക്കെ. കളരിയും എല്ലാം ലൈഫ് നമ്മളൊരു സമയം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിച്ചു വെച്ചേക്കുന്ന പരിപാടിയൊന്നും അല്ലാതെ ഇപ്പുറത്തുനിന്ന് ഒരു ലെസൺ തരും. അക്സെപ്റ്റ് ചെയ്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അതിനോട് തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് പ്രശ്നം. മാക്സിമം ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഞാൻ കൊടുക്കുന്നത് എൻ്റെ മെന്റൽ ഹെൽത്തിനാണ്. അതേ ഉള്ളൂ. അത് ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നത്. നമ്മൾ പൈസ ഉണ്ടാക്കിയാലും, വണ്ടി വാങ്ങിച്ചാലും, കാറ് വാങ്ങിച്ചാലും, നിങ്ങൾക്ക് പടം 100 കോടിയിൽ എത്തിയില്ലേലും ഇതെല്ലാം ബാധിക്കുന്നത് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ. അത് ഓക്കെ അല്ലെങ്കിൽ ഭീകര പ്രശ്നം. എല്ലാത്തിലും റിഫ്ലക്ട്. അതുകൊണ്ട് മെന്റൽ ഹെൽത്തിനാണ് ഇപ്പൊ
ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. ഇമ്പോർട്ടൻസ്. ആരെയും അങ്ങോട്ട് വിളിച്ച് ഇപ്പം എനിക്ക് വിഷമം ഉണ്ടെങ്കിൽ പോലും എനിക്ക് അത്രയും പറയാൻ പറ്റുന്ന സുഹൃത്തുക്കളുടെ അടുത്ത് മാത്രമേ ഞാൻ മനസ്സ് തുറക്കാറുള്ളൂ. നേരത്തെ അങ്ങനെ ഒന്നും എനിക്ക് എൻ്റെ ഫോൺ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് എൻ്റെ ഫോണിലുള്ള നമ്പേഴ്സ് ഉള്ളവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണെന്ന് വിചാരിച്ചോണ്ടിരുന്നത്. എല്ലാവരെയൊക്കെ രാത്രി അയാൾ ആലിയ എനിക്ക് കരയണം അലിയ എന്നൊക്കെ പറയുന്നൊരു ടൈം ഉണ്ടായിരുന്നു. എനിക്ക് പിന്നീട് അയ്യോ ഞാൻ എന്ത് മണ്ടത്തില കാണിക്കുന്നത്, അയാൾ ഏത് അവസ്ഥയിലായിരിക്കും എന്നറിയില്ല, എന്നെ കേൾക്കാൻ പറ്റിയായിരിക്കും അവസ്ഥ. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ വന്നാൽ പോലും ലിമിറ്റഡ് ആയിട്ടുള്ള എന്നെ മനസ്സിലാക്കുന്ന ആളുകളുടെ അടുത്ത് മാത്രമേ മനസ്സ് തുറക്കാറുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ എന്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര അടിപൊളിയായിട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഇന്റർവ്യൂവില് എനിക്ക് അവസാനമായിട്ട് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ സക്സസിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? രണ്ട് രീതിയിൽ പറഞ്ഞുതരാം. ഇത് 1 വർഷം മുമ്പാണ് എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞേനെ പട്ടിണിയില്ലാതെ സ്ട്രഗിൾ ഇല്ലാതെ സിനിമ ചെയ്ത് ജീവിച്ചു പോവുക എന്നാണ് ഞാൻ സക്സസിനെ പറഞ്ഞത്. ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത് സക്സസ് എപ്പോൾ വേണേലും വരാം, എപ്പോൾ വേണേലും പോവാം. സക്സസ് എന്ന് പറയുന്ന സാധനം നിരന്തരമല്ല. പക്ഷെ ഒരു നടൻ എന്നുള്ള രീതിയിൽ സക്സസിനെയും ഫെയിലിയറിനെയും നേരിടാൻ പറ്റുന്ന രീതിയിൽ അവനവൻ്റെ മൈൻഡിനെയും ഫിസിക്കിനെയും എപ്പോഴും ഓക്കെ ആക്കി വെക്കുന്നതാണ് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം സക്സസ്. പിന്നെ സമാധാനപരമായി കിടന്നുറങ്ങുക, രാവിലെ സമാധാനപരമായി എണീക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ആർക്കും ഒരു ബുദ്ധിമുട്ടാകാൻ അങ്ങോട്ടും പോകാണ്ടിരിക്കുക, നമുക്ക് ഇങ്ങോട്ട് ബുദ്ധിമുട്ട് വന്നാലും തൊഴിൽ ചേട്ടാ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് പോകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ സക്സസ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്ന കാര്യം. പീസ്ഫുൾ ആയിട്ടിരിക്കുക, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ പീസ്ഫുൾ ആയിട്ടിരിക്കുക, അവനവൻ്റെ കാര്യം ചെയ്യാം, പോവാം. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ബാക്കിയെല്ലാം വന്നോളൂ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നു. നമുക്ക് വേണ്ടത് നമ്മളുടെ അടുത്തേക്ക് വന്നോളൂ. സമാധാനപരമായിട്ടിരിക്കുക, എന്ത് വന്നാലും ഏത് തരം ക്യാരക്ടേഴ്സ് വന്നാലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫിസിക്കിനെയും മൈൻഡിനെയും അങ്ങനെ ഓക്കെ ആക്കി വെക്കുക. അതാണ് ഇപ്പം എൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മുന്നോട്ട് ഇങ്ങനെ പീസ്ഫുൾ ആയിട്ട് പോവാൻ സാധിക്കട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ പല ലാംഗ്വേജിൽ പല പ്രൊജക്ട്സ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ എല്ലാം ചെയ്തിട്ട് ഓരോ സിനിമയുടെ പ്രൊമോഷനിലേക്ക് വരാൻ പറ്റുന്ന സമയത്ത് തനിക്ക് എന്നെ വന്ന് ഇന്റർവ്യൂ എടുക്കുന്ന ചേട്ടൻ ഓർമ്മയുണ്ടോ എന്ന് അങ്ങനെ പറയാതെ എല്ലാ ഇന്റർവ്യൂവിലും നിറഞ്ഞു നിൽക്കാൻ കഴിയട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.